വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് അടുത്ത് പൂക്കാട്ടുപടി ജംഗ്ഷന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വെറും 400 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ജംഗ്ഷൻ അടുത്തായി വീട് വേണ്ടവർക്കും ബസ് റൂട്ടിനടുത്തായി വീട് വേണ്ടവർക്കും കൂടാതെ വീടിൻ്റെ 4 സൈഡിലും അത്യാവശ്യ സ്പേസ് വേണ്ടവർക്കുമുള്ള ഒരു ബെസ്റ്റ് ചോയ്സാണ് ഈ ഒരു വീട്. 8.5 സെൻറ്റ് ലാൻഡ് ഏരിയയിലാണ് ഈ ഒരു വീട് വരുന്നത്. 2600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകളും, യൂട്ടിലിറ്റി വർക്ക് ഏരിയ, കൂടാതെ ഡൈനിങ്ങിൽ നിന്നൊരു പാഷ്യോ, 5 കാർ പാർക്കിംഗ് സ്പേസ്, കൂടാതെ ഗാർഡൻ, ഇവയെല്ലാം ഈ ഒരു വീട്ടിൽ ഉണ്ട്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. 3.7 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടാണ്. കൂടാതെ ഈസ്റ്റ് സൈഡിലും റോഡ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാൾ മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് 2-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെഷ് കൊടുത്തിട്ട് അതിൽ ബബിൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നേരെ അപ്പുറത്തെ സൈഡിലേക്ക് വന്ന കോമ്പൗണ്ട് വാളിൽ സ്ക്വയർ ട്യൂബ് ഡിസൈനും 2-way ലൈറ്റും ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലുമാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിലായിട്ട് ലൈറ്റ് കൊടുക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്തായി സ്ലൈഡിംഗ് ഡോറും ഒരു ഭാഗത്തായി ഫോൾഡിംഗ് ഡോറുമാണ് നൽകിയിരിക്കുന്നത്. വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. മുറ്റത്ത് ബാംഗ്ലൂർ ടൈൽസും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. എലിവേഷൻ തെക്ക് ദർശനമായി മെയിൻ ഡോർ കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 5 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 18 അടിയോളം നീളവും 17 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. 2 SUV വാഹനം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോളിലായിട്ട് ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈൽ 4-way ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളിലും ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് 4-way ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. നമ്മളിനി വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. 18.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈസ്റ്റ് സൈഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം തന്നെ ബാംഗ്ലൂർ ടൈൽസും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ഇവിടെയായിട്ട് അത്യാവശ്യം പ്ലാന്റ് ഒക്കെ നൽകി പെബിൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു മാവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു ടാപ്പ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൈൻ നൽകിയിട്ടുണ്ട്. നമുക്കൊരു അക്വേറിയം ആയിട്ടൊക്കെ മാറ്റാവുന്നതാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നടക്കാനായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 8 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായി ഈ ഒരു കോമ്പൗണ്ടിന് വെളിയിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു കിണർ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് വരുന്ന ഒരു പാഷ്യോയാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള മാറ്റ് ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. 10 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോർണറായിട്ട് വരുന്ന പില്ലറിന് ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഷൂറാക്കൊക്കെ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കൂടാതെ വലിപ്പമുള്ള 2 ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് വലിപ്പമുള്ള ഒരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് സ്പേസ് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ആയിട്ടാണ് വരുന്നത്. ഇതിനോട് കൂടെ തന്നെ നമുക്കൊരു ഫാമിലി ലിവിങ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ള ഒരു സോഫ സെറ്റ് തന്നെ നമുക്ക് ഇടാൻ സാധിക്കും. ഒരു കോർണർ സോഫയോ എൽ ഷേപ്പിലുള്ള ഒരു സോഫയോ നമുക്കിവിടെ യൂസ് ചെയ്യാൻ കഴിയും. കൂടാതെ ഇവിടെ ഒരു TV ഹാങ് ചെയ്യാനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ട് ഭംഗിയുള്ള ഒരു വോൾ ലൈറ്റും ഡെക്കർ ഐറ്റംസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലോറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോർ തുറന്നു വരുന്ന ഭാഗത്തായിട്ട് ബ്രിക്ക് ഡിസൈനുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷനിൽ ഗ്ലോസി ടൈലുമാണ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോർ തുറന്നു വരുന്ന ഭാഗത്ത് ലൂവേർഡ് ഡിസൈനുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് വരുന്നത്. സീലിംഗ് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഫാനിനോട് ചേർന്ന ഭാഗത്ത് വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് വർക്കാണ് വരുന്നത്. പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന വുഡൻ പാനലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗസ്റ്റ് ലിവിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. 9 അടിയിലേറെ നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സൗത്തിലേക്ക് വലിപ്പമുള്ള ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്കും ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. അത് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയാണ്. മുകൾ ഭാഗത്തായിട്ട് പർഗോളകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലുള്ള പാനലിംഗ് ആണ് മുകളിൽ നൽകിയിരിക്കുന്നത്. താഴെയായി വുഡൻ ടെക്സ്ചറിലുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മൊറോക്കൻ പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഡൈനിങ് റൂമിലേക്ക് വരാം. 14 അടിയോളം നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും വരുന്നുണ്ട്. വാഷ് കൗണ്ടർ ബാക്ക് സൈഡിലായിട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളറിലുള്ള പാനലിംഗ് ആണ് വരുന്നത്. വലിപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ടുള്ള CNC കട്ടിങ്ങിൻ്റെ വർക്കാണ് വരുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ആണ് വരുന്നത്. സൈഡിലും വുഡൻ ടെക്സ്ചറിലുള്ള ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ട് ഒരു വോൾ ഫാനും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയസ്സും വീഗാർഡിൻ്റെ സ്വിച്ചസുമാണ് വരുന്നത്. ടൈൽസ് ഗ്ലോസി ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്, മൊറോക്കൻ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിലുള്ള ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്നുള്ള പാഷ്യോ ആണ് വരുന്നത്. പാഷ്യോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പാസേജിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്റ്റഡി സ്പേസ് ആക്കിയോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ അല്ലെങ്കിൽ റീഡിംഗ് റൂമോ ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ മൊറോക്കൻ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാഷ്യോ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. കൂടാതെ ജാളി വർക്കും സ്ക്വയർ ട്യൂബ് വർക്കുമാണ് വരുന്നത്. മുകളിലായിട്ട് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഇവിടെയായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ ഫൗണ്ടൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 13.5 അടിയോളം നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് തന്നെ 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. കൂടാതെ കബോർഡിലെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് നാനോ വൈറ്റ് മെറ്റീരിയലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാവിധ സംവിധാനത്തോടും കൂടിയ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സെക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത്. ഇവിടെയും എൻട്രൻസ് ഭാഗത്ത് വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് ആണ് വരുന്നത്. ഇവിടെയും ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് കൂടി കൊടുത്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 13 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രില്ലിൻ്റെ ഡോറ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ 2-3 പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് UPVCയുടെ സ്ലൈഡിംഗ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വലിപ്പമുള്ള ഒരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും വലിപ്പമുള്ള 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബാണ്. കൂടാതെ ഒരു മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. സോമനയുടെ ഡൈവാട്ടർ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയ ഈ ഒരു ബാത്റൂമിൻ്റെ സീലിംഗിൽ ഫോൾ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഒരു ഡെക്കർ സ്പേസും സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെയായിട്ടും ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ ഷെൽഫിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറുള്ള ബീഡിംഗ് ഒക്കെ നൽകി പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സോമനിയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. സെറയുടെ വാട്ടർ ക്ലോസറ്റും സോമനിയുടെ ഡൈവോട്ടറുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. ത്രെഡ് എല്ലാം വുഡിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്താണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെപ്പ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ബീഡിങ് നൽകി പ്രൊഫൈൽ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. മുൻവശത്തായിട്ട് വുഡൻ്റെ ബീഡിങ്ങും വരുന്നുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് സീലിംഗ് സ്പേസ് വരുന്നത്. കൂടാതെ സീലിംഗ് ലൈറ്റും ഭംഗിയുള്ളൊരു ഷാൻഡിയർ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. 20 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇരു ഭാഗത്തായിട്ടും ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഡക്കർ സ്പേസിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു സെൻട്രൽ പോർഷനിൽ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഇരു സൈഡിലും മുകളിലായിട്ടും ഗോൾഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു അപ്പർ ലിവിങ്ങിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു C ഷേപ്പിലുള്ള സോഫ സെറ്റാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വോളിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ പോകുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് വലിപ്പമുള്ളൊരു 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള ബീഡിംഗ് ഒക്കെ കൊടുത്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. വാൾഡ്രോബിലായിട്ട് മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി മിറർ വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ട് സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. സോമനിയുടെ ഡൈവേർട്ടർ ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്.
നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 15 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ താഴെയായി മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്, സെറയുടെയാണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി മിററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ട് സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഇവിടെയും ചെറിയൊരു സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. സോമനയുടെ ഡൈവേർട്ടറാണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. 19 അടിയിലേറെ നീളവും 14 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഫുള്ളി സ്ക്വയർ ട്യൂബ് വർക്ക് ചെയ്ത് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഷീറ്റാണ് റൂഫിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 10 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള പില്ലറിന് ബ്രിക്ക് ഡിസൈനുള്ള ടൈലൊക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 7.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, ആലുവയിലേക്ക് 8.5 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.3 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 8.5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയയും 5 കാർ പാർക്കിങ്ങോട് കൂടിയ ഈ വീടിന് ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.